ഹേ ഗൈസ്, നമ്മളിന്ന് ഡൽഹി ടു ആഗ്രയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ട്രെയിനിൽ നമ്മൾ കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. നമുക്കല്ലാത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തത്, നമുക്ക് ട്രെയിൻ മിസ്സായി. സോ അത് കാരണം നമ്മൾ അടുത്ത ട്രെയിനാണ് നമ്മൾ കയറിയത് അവിടെ നിന്ന് ആഗ്രയിലേക്ക്. അപ്പോൾ നല്ലതായിരുന്നു, കുഴപ്പമില്ല. ആദ്യം കുറച്ച് സീറ്റൊന്നും കിട്ടിയില്ല, പിന്നെ അതിന് ശേഷം സീറ്റ് കിട്ടി. കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് രഞ്ജിത്തേട്ടന് അപ്പുറത്തിരുന്ന് ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കണ്ടോ. രഞ്ജിത്തേട്ടൻ്റെ ചിരി കണ്ടോ. അതിന് ശേഷം നമ്മൾ യാത്ര വെക്കോണ്ടിരുന്നു. ഏകദേശം ഒരു 1 hour 2 hours നമുക്ക് യാത്ര ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം കഴിച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ താഴേക്കുന്ന കൊച്ചു നോക്കുന്നു. അതിനുശേഷം നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഗവൺമെൻറ് ടാക്സി വിളിച്ചിട്ടാണ് പോയത്. ഗവൺമെൻറ് ടാക്സി എന്നോട് അടുത്ത് തന്നെ ഉണ്ട്. അവിടെ നമുക്ക് റേറ്റ് കുറവിൽ നമുക്ക് താജ്മഹലിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ടാക്സി വിളിച്ചവിടെ പോയത് താജ്മഹലിൽ. അതിനുശേഷം നമ്മൾ അവിടെ എത്തി, താജ്മഹലിലെത്തി. അവിടെ നമ്മളൊരു സാധനം കഴിച്ചു, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ആ കഴിപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വീണ്ടും നടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് താജ്മഹലിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ഈ 2 കൊരക്കന്മാരിരിക്കുന്നുണ്ടോ നിങ്ങളെപ്പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നു. കുറേ നമ്മുടെ ആൻറ്റിമാരും അങ്കിൾമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അഭിനാണ് നടന്നു പോകുന്നത് വലിയ ഇതായിട്ട്. ശേഷം നമ്മൾ ഏകദേശം അവിടെ എത്തി. ഞാനും ജെസ്സി ആൻറ്റിയും കൂടാണ് ഇത്. ഞങ്ങൾ ചിരിച്ച് കളിച്ച് പോയത്. ഏകദേശം നമ്മളതിൻ്റെ എൻട്രൻസിലാണ്, താജ്മഹലിൻ്റെ എൻട്രൻസാണിത്. ഇവിടെ നിന്നാണ് ഗേറ്റ്. നമ്മുടെ ഡ്രസ് ബോഡി ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാഗ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രൻസ് കയറ്റത്തുള്ളൂ. നമ്മൾ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്. ഗൈഡിന് നമുക്ക് ആദ്യമേ അവിടെ നിന്ന് കിട്ടും. ഗൈഡ് നമുക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതാണ് താജ്മഹലിൻ്റെ ഗേറ്റ്. താജ്മഹൽ പണിയും മുമ്പേ മുകളിൽ കണ്ടോ വെളുത്തിരിക്കുന്ന, അതോരോ പണിയുന്ന ഒരു മാസം വർഷമോ അങ്ങനത്തെ കണക്കാണ്. അതാണ് നമ്മുടെ ഗൈഡ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ് നമുക്ക്. താജ്മഹൽ എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നടക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും കൂടെ നടക്കുന്നത് കണ്ടോ ഗൈസ്. അതിനുശേഷം ഞാൻ കുറച്ച് മൊണാക്കെന്തോ പറഞ്ഞു, എനിക്ക് ഓർക്കുന്നില്ല. അതിനുശേഷം മുടിയൊക്കെ നോക്കുന്നു. ഓൾറെഡി വെയിലുണ്ട്, പക്ഷേ ചൂടറിയില്ല. നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ എത്തി. അതിൻ്റെ ഒരു ഭാഗമാണിത്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന പോലെ ഞാനൊരു വീഡിയോസ് എടുത്ത് കണ്ടോ. ഇത് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അതിനുശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കയറി വന്നു. അപ്പോൾ താജ്മഹലിൻ്റെ ഭംഗി, ദ ബ്യൂട്ടി, 7 അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. അത് കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും. അതിനുശേഷം നമ്മൾ താജ്മഹലിലേക്ക് നടക്കുകയാണ്. കുറേ പേരൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അത് കാരണം ഇങ്ങനെ ഡിലേ പോകുന്നത്. ഇടയ്ക്കത്തൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. ഇത് താജ്മഹലിൽ മുംതാസിന് വേണ്ടി, ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിയ താജ്മഹൽ. എങ്ങനെയുണ്ട്, കൊള്ളാവും? ഇതുപോലെയൊക്കെ നമ്മളൊക്കെ ഇനി ആർക്ക് വേണ്ടി പണിയാനാണ്? ഇതല്ലേ നമുക്കൊക്കെ ആര് പണിയാനാണ്? ഇതിൻ്റെ 4 സൈഡും ഏകദേശം എനിക്ക് നോക്കിയിട്ട് ഒരുപോലെ ഇരിക്കുന്നു. ഇതാണ് മറ്റേ റിവർ, അതിനോടടുത്തുള്ള റിവർ. അവിടെയാണ് നമ്മുടെ ബ്ലാക്ക് താജ്മഹൽ പണിയാനിരുന്ന സ്ഥലമാണ് ബ്ലാക്ക് താജ്മഹൽ. ആ സ്ഥലമാണ്. ഇവിടെ എന്നാൽ തന്നെ നമുക്ക് അഗാറ ഫോർട്ട് കാണാം. ഇവിടെ അല്ല, അപ്പുറ സൈഡാണ് അഗാറ ഫോർട്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത്, വെള്ളത്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് താജ്മഹലിൻ്റെ ഓരോ സൈഡിൽ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് നേരെ നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ഒന്നും ഷൂ ഇടാൻ പാടില്ല, ഇല്ല അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഷൂ കവർ ചെയ്യുന്ന ഉള്ളിലാണ്. ഷാജഹാനെ അടക്കിയ സ്ഥലമാണ് ഇപ്പോൾ കാണിച്ചത്. ഇതതിനകത്ത് താജ്മഹൽ പണിഞ്ഞ ഒരു മാർബിളാണ്. ഇത് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. പിന്നെ നമ്മൾ ഇറങ്ങി പോരുമായിരുന്നു താജ്മഹൽ. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയത് കാരണം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഞാനായി നിഖിൽ ചേട്ടൻ അതുപോലെ തന്നെ അഭിനും കൂടാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് മുടിയുടെ കളർ കേട്ടോ, ആകെ ടയേർഡായിട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തണുപ്പാണ് ഗൈസ്. എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്, അത്ര ചൂട് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ല, തണുപ്പാണ്. അതിൻ്റെ കൂടെ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പേര് ടാൻ കൊള്ളുമോ. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ അതിനടുത്ത് തന്നെ ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് കയറി. ഉടുപ്പി റെസ്റ്റോറൻറ്റ്, അവിടെ നമ്മളൊരു മെയിൽസാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള മെയിലാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീടാം. ഇതാണ് ഹോട്ടൽ ഉടുപ്പി. അതിന് നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓട്ടോ, ഒരു 10 രൂപ ഓട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടാക്കി തരും. ഇതാണ് ആ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോയാണ്. നമ്മൾ 1 2 3 4 5 6 പേർക്ക് കയറാവുന്ന ഒരു ഓട്ടോ ആണ്. ഒരാൾക്ക് 10 രൂപ റേറ്റ്. കുതിര പോകുന്നുണ്ടോ, അവിടെ ഇപ്പോഴും കുതിര സവാരിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ആഗ്ര ഫോർട്ട്, രാജാക്കന്മാർ താമസിച്ച കൊട്ടാരം. ഇവിടാണ് അക്ബർ ചക്രവർത്തി ഇവരൊക്കെ താമസിച്ചതായിരുന്നു. അക്ബർ ചക്രവർത്തിയാണോ?
അപ്പോൾ ഇവിടെയാണ് അത് താമസിച്ചത്. ഇതതിൻ്റെ ഒരു സൈഡാണ്. ഈ നദി അതിനപ്പുറത്താണ് മറ്റേ ഈ ആ നദിയാണ്. ഒരു വെള്ളം ഇങ്ങനെ കൊട്ടാരത്തിൽ മുതലേ ഉള്ള തടാകം. ഈ ഗേറ്റ് ഇങ്ങനെ മേലോട്ട് തുറന്നതാണ്. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കയറുന്ന എൻട്രൻസ്. അടിപൊളിയായിട്ടുണ്ട് ആഗ്ര ഫോർട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഭയങ്കര വെയിലുണ്ട്. വെയിൽ കാരണം തലയിൽ കൂടെ ഇതൊക്കെ ഇട്ടേക്കുവാണ്. ഞാൻ തിരിഞ്ഞെടുത്ത് പോയത് ഗൈസ്. വീഡിയോ എടുക്കാതിരുന്ന സ്ഥാനമല്ല എടുത്തത്, അതിൻ്റെ കുഴപ്പമാണ്. തിരിഞ്ഞു പോയി. അത് പോരാഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അതിനുള്ളിൽ വശം ഇതൊക്കെ കയറുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് പാസ്സുണ്ട്, 150 രൂപയാണ് പാസ്. ആ പാസ്സോടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ആ പാസ്സോടെ കൊടുത്താരെ കാണിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറുന്നത്. അവിടെ ഒരു ഇതുണ്ട്, വെടിവെക്കുന്ന സാധനം. രണ്ട് ഇതുണ്ട്, സ്കാനറും കാര്യങ്ങളും. ഇതിനകത്ത് വഴിയാണ് നമ്മൾ കയറി. ഇതിനകത്ത് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ കിളികൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്താണ് നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഉള്ളിലേക്ക് എത്തി. നമ്മൾ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്, ഞാൻ മറന്നുപോയി. ഇതവരോട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമല്ലേ? ഈ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കുറച്ചും കൂടി ഇതിനകത്ത് ആസ് എ ബ്യൂട്ടിഫുൾ ഒരു കൊട്ടാരമാണെന്ന് പോലും പറയാം. അതിലും അടിപൊളിയാണ്. ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയ ശില്പികൾ സമ്മതിച്ചു കൊടുക്കണം. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കൊച്ച് അണ്ണാന് തീറ്റ കൊടുക്കുന്നു. അണ്ണാന് മീൻസ് നമ്മുടെ കയ്യിൽ വന്നത് എടുത്തുകൊണ്ട് പോകും, ഈ കപ്പലണ്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ആ കൊച്ചൊന്ന് അതിനെ കൊടുക്കുകയും ചെയ്തു, അതിനെ പിടിക്കുകയും ചെയ്തു. കാണാൻ നല്ല രസമുണ്ട്. അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. ഞാൻ അഭിനയം ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് പേടിയാണ് കടിക്കുമെന്ന്. അതിനുശേഷം നേരെ അതിനകത്ത് വേറൊരു സ്ഥലം കാണാൻ നമ്മൾ പോവാണ്. ഇവിടെ നിന്നാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ആഗ്ര ഫോർട്ടിലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാം. ആ ഒരു സ്ഥലമാണിത്. പക്ഷെ നോക്കി അവിടെയുള്ള ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ, നല്ല അടിപൊളിയാണ്. കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അവിടെ ഇതാണ് നമ്മുടെ ഇപ്പം കണ്ടതാണ് രാജാക്കന്മാർ പണ്ട് താമസിച്ച താമസിച്ച ഒരു ജയിൽ. ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് താജ്മഹൽ കാണാൻ ഞാൻ കുറച്ച് വീഡിയോ എടുത്താണ്. കണ്ടോ ഗൈസ്, കണ്ടോ അവിടെ നിന്ന് താജ്മഹലിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുവാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിച്ച് ഒത്തിരി നമ്മൾ ലേറ്റായി. നമുക്കിനിയിപ്പം വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടുന്ന് നമ്മൾ ഇത്ര മണിക്കൂർ ഇനി യാത്ര ഉണ്ട്, 5-6 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ടു ഡൽഹിയിലേക്ക്. സോ ഇവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നത്. ഇതാണ് മറ്റേ നദി, ഇതാണ് ഗേറ്റ് കണ്ടോ, അതാണ് മേലോട്ട് കഥ അടയ്ക്കുന്ന ഗേറ്റ്. അതിന് ശേഷം ഞങ്ങൾ ബസ് കയറിയാച്ചു ഗൈസ്. ബസ് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഇവിടുന്ന് ഡൽഹിയിലേക്ക്. ബസ്സിനാണ് പോയത്. ഇത് ബസ്സാണ്, AC ബസ്, നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ കയറി, ചായയൊക്കെ കുടിച്ചു. ഞാൻ കുടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ബസ്സിലേക്ക് കയറി. ബസ്സിലെ യാത്രയാണ് നല്ല നൈറ്റ് വൈബ്. ഡൽഹി ഒരു വെളിയിൽ ഗൾഫ് സൈഡ് പോലെ ഫീൽ ചെയ്യും നൈറ്റ്. അടിപൊളി ഡൽഹി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇത് നൈറ്റ് ഞാൻ പോയപ്പോൾ ചുമ്മാ എടുത്തൊരു സംഭവമാണ്. ഇതവിടുത്തെ കണ്ടോ, ഏകദേശം ഒരു ഡൽഹി ആണ്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗൾഫ് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അവിടുത്തെ ഒരു ബിൽഡിങ്സും ലൈറ്റ്സും ഹെവി ട്രാഫിക്കാണ് ഡൽഹിയിൽ. നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല, നല്ല ട്രാഫിക്. നൈറ്റാണെങ്കിൽ കുറച്ച് പാടാണ് അവിടുന്ന് മൂവ് ആകാൻ വേണ്ടി. അവിടെ നിന്ന് പിന്നെ കുറച്ചൊക്കെ നേരം ഞാൻ ഉറങ്ങി, കുറേ നേരമൊക്കെ വീഡിയോ എടുത്തു, കുറച്ച് നേരം എന്തൊക്കെയോ വിശന്നപ്പം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കുറേ നേരമൊക്കെ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, മുട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കി. അത് ചിരിക്കുന്നതൊക്കെ എൻ്റെ തണുപ്പ്, എനിക്ക് എപ്പോഴും തണുപ്പാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം ഇരുന്ന്. നല്ല സസ്പെൻഷനുള്ള വണ്ടിയായിരുന്നു, അത് കാരണം കിടന്ന് ഉറങ്ങാനും പറ്റി. നല്ലപോലെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ ഒരു വീഡിയോ എടുത്താണ്. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മളിവിടുന്ന് കുറച്ച് നടക്കണം. ഞങ്ങൾ നടന്നാണ് പോയത്. ഇവിടെ പിന്നെ റൂൾസൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. അവിടെ നേരെ ഞങ്ങൾ മെട്രോ കയറി. നമ്മൾ ഡൽഹിയിൽ അവർ നിൽക്കുന്നിടത്തോണ്ടാണ്, സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ മെട്രോ കയറാൻ നമ്മളവിടെ നിൽക്കുന്നു. മെട്രോ ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും അവിടുത്തെ ഡോർ ഓപ്പൺ ആകത്തുള്ളൂ.
അതിന് മെട്രോ കയറി. എല്ലാവരും ഇവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് തണുപ്പ് പിടിച്ചിരിക്കുന്നുണ്ട്. ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് ഓരോ കഥകൾ പറഞ്ഞ് ഇന്നത്തെ കഥകളെല്ലാം പറഞ്ഞ് ചിരിക്കുകയാണ്. അതിനുശേഷം ഏകദേശം നമ്മളെത്താറായി. മെട്രോ കയറി പോന്നു. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. ബീഫും പപ്പടവും സാമ്പാറും കൂട്ടി. രാത്രി അത് കഴിഞ്ഞിട്ടൊരു വിശന്നപ്പം ഇത്ര സാധനങ്ങൾ കഴിച്ചു. ഐസ്ക്രീമും കഴിച്ച് കയറി കിടന്ന് നല്ലതായിട്ട് ഉറങ്ങിയാൽ പിറ്റേ ദിവസം നമ്മളടുത്ത ഒരു ട്രിപ്പുണ്ട്. അത് കാരണം നമ്മൾ നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി സുഖമായിട്ട്. ഓക്കെ ബൈ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ. അതിന് അടുത്ത വീഡിയോയിലേക്ക് കാണാം.